ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ലീവുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു ബിരിയാണി സെറ്റപ്പ് റെഡിയാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോയി ഒന്ന് ഉഷാറാക്കി എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്യും. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബിരിയാണി അരിയുന്ന ആളാണിത്. അല്ല, സോറി, നമ്മളെ വെജിറ്റബിൾ അരിയുന്ന ആളാണിത്. പിന്നെ ഇത് നമ്മളെ മെയിൻ പണ്ടാരി ഷെഫാണ് സത്യേട്ടൻ. ഉള്ളി അരിയുകയാണ്, കണ്ടോ. പിന്നെ അസ്ലം ചിക്കൻ ക്ലിയർ ആക്കുകയാണ്. ഓക്കെ, സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ ഇട്ടിട്ടാണ് ആൾ ചെയ്യണത്. ഇതാ ഉള്ളി ഇവിടെ ഏകദേശം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളിത്. ഗൈസ്, അപ്പോൾ ചിക്കൻ ക്ലിയർ ആക്കുകയാണ്. അസ്ലമാണ് ക്ലിയർ ആക്കുന്നത്. ഓക്കെ, അസ്ലം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സത്യേട്ടൻ ഉള്ളി വറുക്കുകയാണ്. അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ആയി തന്നെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്തൊക്കെ വരുന്നുണ്ട്, അല്ല വാടി വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇവർക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, അപ്പം ഞാനാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇവർക്കൊക്കെ. അസ്ലം ഇപ്പോഴും ചിക്കൻ നന്നായി കഴിച്ചിട്ടില്ല. അവൻ ചിക്കൻ നന്നാക്കണമെങ്കിൽ ചിക്കൻ നന്നാക്കണമെന്നും അറിയില്ല. ഇത് ഫ്രീറ്റിയാണ്. അരിനൊപ്പം ഫ്രീറ്റ് എത്തണത്. അപ്പൊ വേറെ ആൾ ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല കട്ടിങ്ങിലാണ്. ക്യാരറ്റാണ് കട്ട് ചെയ്യുന്നത്. അതന്നെ, നന്നായിട്ട് കുരുകുരാന്ന് അരിയണോ. നൈസ്. ക്യാരറ്റ് ഇത് സലാഡിൽ ഇടാളല്ലേ, അപ്പൊ കുഴപ്പമില്ല. അത് അരിഞ്ഞോളി, നല്ല അരിയല്ലോ മതി. നിങ്ങളെ എണ്ണാനൊന്നും പറ്റില്ല. കണ്ടില്ല നിങ്ങള്, ഒരു കപ്പ് 1.25 ലിറ്റർ. പാട്ട് പ്രശ്നമാവോ? എന്തെങ്കിലൊക്കെ പറയും, എന്നെ വിളിക്കണ്ട. അരിയൊക്കെ നെയ്യിനകത്ത് വറുത്തെടുക്കുക. അയ്യോ, എന്താണ് ഈ അരിഞ്ഞു കൂട്ടിയിട്ടുള്ളത്? ഉള്ളി, സവാള, ഇപ്പൊ ചെമ്പ് ഒരു ചെമ്പായതുകൊണ്ട് എന്താണ് ഇനിയിപ്പോ ഒന്നിലേക്ക് മാറ്റാണ് ചോറ് അല്ലേ? ചെമ്പ് ഒച്ചിനും കൂടി വലുതായിരുന്നെങ്കിൽ ചോറ് അതിൽ കൊള്ളും. എന്നിട്ട് ആ ഒഴിവാക്കുന്ന ചെമ്പിലിപ്പം ബിരിയാണി മസാല ഉണ്ടാക്കണം. എന്നിട്ട് അതിലേക്ക് തന്നെ ദമ്മും കൊടുക്കുക. ഓക്കെ, അല്ലാണ്ട് ചെമ്പില്ലല്ലോ നമ്മളെടുത്ത്. എല്ലാം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന എല്ലാം റെഡിയാകാണ്. നമ്മൾ ചോറ് മാറ്റി വെക്കുകയാണ്. നമ്മളതിൽ പിന്നെ വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രവാസിക്ക് അത്ര വലിയ ചെമ്പ് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഈ ചോറ് മാറ്റി കഴിഞ്ഞാൽ അതിൽ നമ്മളെ മസാല ഉണ്ടാകും. ഇറച്ചിയൊക്കെ റെഡിയാണ്, എല്ലാതും റെഡിയാണ്. ആ ഒരു ചോറൊന്ന് മാറ്റി കിട്ടിയാൽ മതി. നാട്ടിൽ കൊണ്ടുപോകാൻ വെച്ചാണ് ഈ പാത്രം. ഇതും ഇതൊക്കെ വേണമെന്നാ ഇത്
അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ വാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അറിയും പോലെ ആയിട്ട് ഉണ്ടാക്കുകയാണ്. അതെന്റെ ലീഫില്ലേ മറ്റേ കറപ്പട്ടന്റെ പട്ട, ഏലക്കായ്, ഗ്രാമ്പു, ജാതിപത്രി, അങ്ങനത്തെ എല്ലാ സാധനവും. അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ റെസിപ്പീസിന്റെ ഇൻഗ്രീഡിയൻസ്. എന്തൊക്കെയാണല്ലോ അതില്? വെണ്ടക്ക, ഇഞ്ചി, വെളുത്തുള്ളി, കുക്കമ്പർ, മുളക്. വെണ്ടക്കൊക്കെ ബിരിയാണി ഇടും. വെണ്ടക്ക അല്ലേ കുക്കമ്പർ, വെണ്ടക്കല്ല ക്യാരറ്റ്. പിന്നെ എന്തൊക്കെയാണിത്? തക്കാളി, കുക്കുംബർ, മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, അതൊക്കെ. ഇനി നമ്മൾ ഏതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടാൻ പോകണേ. അതിൻ്റെ ഒരു പച്ചമണം മാറുകയുള്ളൂ. അതൊന്ന് വഴറ്റിയെടുക്കണം. കൈ പൊള്ളിക്കില്ലേ? ഒന്നാക്കി അപ്പൊ നമ്മള് തക്കാളി സെറ്റാക്കാണ്. ഉള്ളിയൊക്കെ വാടിയിരിക്കണ, നല്ല മസാലയൊക്കെ പിടിച്ച്, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ ഐറ്റംസും തൈരിലിടാം. ബിസ്മില്ലായിട്ട് ഞാൻ കുഴക്കട്ടെ. എവിടെ കയ്യില് കുഴക്കുമ്പോ ഗ്യാസോട്ട് പറക്കും പവറേ. ഓക്കെ, മഞ്ഞൾപ്പൊടി എന്താട്ടുന്നേടാ? മഞ്ഞൾപ്പൊടി. വേറെ സാധനം ഇത് അടിയാണ്. എടാ ഇതല്ലേ മുളക്? ഇല്ലടാ, ഒരു കളറിന് പേടിക്കണ്ട. നല്ല എരിവുള്ള അല്ലേ? ഓക്കെ, ഗരം മസാല, ഇവിടെ ഒരു കൊട്ടക്കണക്കാന്ന് പറയും. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. സത്യേട്ടനാണ് പാചകം. അപ്പൊ സത്യേട്ടൻ്റെതായ ഒരു കൈപ്പുണ്യുണ്ട്, അതാണ് കണക്ക്. അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു ബിരിയാണി വെക്കുന്ന ആളോ അല്ലേ? ഇതല്ലടാ മല്ലി.
മല്ലിയൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടി പിന്നെന്തായാലും നമ്മളെ ഇത് കിടുക ബിരിയാണി മസാല. സ്പോൺസർഡ് ബൈ അസ്ലാം. ഇത് അസ്ലമിന്റെ വകയാണ് ബിരിയാണി മസാല. അടിപൊളി സാധനം. വേങ്ങിട്ട് ആകെ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ബിരിയാണി ഉണ്ടാക്കിയത് അതൊരിക്കൽ ഓഫർ കണ്ടപ്പോൾ അപ്പത്തെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വേങ്ങിയതാ. ഞാൻ മറ്റേ കുക്കറിലൊക്കെ കൂടി ഇട്ടിട്ടുണ്ട് വിസിലടുപ്പിച്ചിട്ട്. ബിരിയാണിന്ന് മസാല ഇട്ടുകൊണ്ട് ബിരിയാണി മസാല ഇട്ടുകൊണ്ട് ബിരിയാണി ആയി. അത്ര അസ്ലമേ അന്ന് ഉപ്പ് നോക്കടാ. ആയിക്കോട്ടെ. മുളക് അത്യാവശ്യത്തിലേറെ ഉണ്ട്. അതൊക്കെ സാറില്ല. അതൊക്കെ മതി 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 കണ്ടപ്പോൾ ഇടാം. ഇത് വേണമെങ്കിൽ നോക്കിയിട്ടാ. ഒരുത്തരതാ തൈര് ഉണ്ടാക്കുന്നത്. ഒരു തന്നെ പള്ളി പോകാൻ തിരക്കാക്കുന്നത്. അഫ്സൽക്കായും പിന്നെ അസ്ലമും പള്ളി പോകാനുള്ള പരിപാടിയിലാണ്. കുപ്പിയോ എടാ സൗദിയിൽ നിന്ന് കുപ്പിയൊന്നും പറയരുത് കേട്ടോ. തൊപ്പിയാ. ബിരിയാണി ഇതാ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസ്ലമേ ഈ പോയില്ലേ? അങ്ങനെ നമ്മള് ദമ്മിടാൻ പോവാണ്. അഫ്സൽക്കാണ് ദമ്മിടണത്. കുറച്ചെടുത്തോളി. അതിൽ നുടക്കി അല്ല വെള്ളം പാടില്ല കേട്ടോ. ആക്കെ വറ്റും. ആക്കെ റൈസ് വരുമ്പോ വറ്റും. വെള്ളം അതിലില്ലായിരുന്നു. ഒരു തുള്ളി വെള്ളം അതിൽ കൂട്ടൂലായിരുന്നു. മതിയോന്ന് ഓരോട് ചോദിക്കും ഗൈസിനോട്. മുന്തിരി പൊഴിച്ചില്ലേ? അങ്ങനെ ദമ്മിട്ട് കഴിഞ്ഞു. മല്ലിച്ചപ്പൊക്കെ ഇടുകയാണ്. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇടുന്നത്. എന്താണ് നെയ്യ് ഒഴിച്ചോ? എന്ത് കൂടുതൽ ഒഴിച്ച മടുപ്പ് വരും, മട്ടിപ്പ് വരും. കട്ടാക്കിട്ടാ കട്ടാക്കാം. ഗൈസ്, അപ്പോൾ അത് അവസാനത്തെ ദമ്മാണ്. അവസാനത്തെ ദമ്മ് പറയുമ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. 2 ലെയർ ഇട്ട് ചോറ് കൊള്ളുന്നില്ല. അതന്നെ, ചോറ് ഫുള്ളായി നിൽക്കുകയാണ് ഇപ്പോൾ. പാത്രം പോരാ, പാത്രം ചെറുതായതുകൊണ്ട്. അഫ്സലാക്ക വയറ് കാലിയാക്കിട്ടാ വന്നിട്ടുള്ളത്, വാടകയ്ക്ക് എടുത്തിട്ടാ വന്നിട്ടുള്ളത്. ഇനിയും നെയ്യ് കഴിക്കണോ? കണ്ടാ ആനന്റെ വയറേറ്റാ വന്നിക്കണ കേട്ട്. സത്യം വാങ്ങു വരെ കൊടുത്ത്. കട്ടാ കേട്ടാ. കൊട്ടല്ലേ നിങ്ങൾ ഇതിലെ ചോറ് ദമ്മ് ഇങ്ങനെ ഇളക്കിയിട്ട് ചമ്മന് പറയല്ലോ. മുഖം കണ്ടിട്ടില്ലട്ടാ ഇത് ആക്കിയത്. ഞാൻ ചോറ് മാത്രമേ ഫോക്കസ് ചെയ്യണുള്ളൂ. അതിങ്ങനെ ഉടച്ചുടച്ച് ആദ്യം ഇതിലുള്ളൊന്നും കൊടുത്താൽ
പണിയുണ്ട്. ഇത് സംഭവം എന്താ? ഇത് അങ്ങനെ തന്നെ അങ്ങ് തട്ടിക്കാൻ. ചോറാ. ചെറുക്കന് വൃത്തിയാക്കി വെച്ചാ. എനിക്ക് പിന്നെ വൃത്തിയാക്കാൻ നല്ല താല്പര്യം. അപ്പൊ പിന്നെ ഒന്നും കൂടി കേടാക്കി. ഇതാ ഇനി ഇന്റെ ഞാൻ അവിടെ ഉണ്ടാക്കില്ല എന്നുള്ളത്. അടുത്ത് ഉണ്ടാക്കേണ്ട നിർത്തിക്കാണ് ഈ പരിപാടി. നിർത്തണ്ട, നമുക്ക് ഉണ്ടാക്കണം. എല്ലാം വിളിച്ചിട്ടുണ്ടാക്കണം. അല്ലേടാ അവരോട് പറയട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇങ്ങനെ ഇളക്കി ഇളക്കി കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെയല്ല ഉണ്ടല്ലേ അങ്ങനെ എന്നിട്ട് ആ എല്ലായിടത്തും ആക്കുക. ആ ഇത് കല്ലാണ്ടിപ്പരിപ്പ് അത് തന്നെ. മോനെ നോക്ക് എന്നതാ ഇയാള് ഇതുവരെ വീഡിയോയിൽ വരാൻ മടിച്ച ആളായിരുന്നു. ഇപ്പൊ നോക്കി എന്നാ വേണോ സത്യേട്ടന്റെ കോഴിക്കോടൻ വായക്ക ബിരിയാണി. വായക്ക ബിരിയാണി മറ്റേ പേരട പേരക മോളുന്നു മോളുന്നു മാത്രം ചോറ് മാത്രം ഇറച്ചി മനസ്സിലായോ? അല്ല നമ്മളെ അഫ്സൽ ഖാനോട് എന്നിട്ട് ഇറങ്ങിയതാണ് വണ്ടി ആനക്കുള്ള വിശപ്പുണ്ടായത്. അതൊക്കെയുള്ള ചോറ് നമുക്ക് കൊടുക്കുന്നു. ഇത് വേണ്ട അണ്ടിപ്പരിപ്പ് വേണ്ട. ഇനി ഒന്ന് കട്ട് ചെയ്ത് ഇതൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തൊഴിഞ്ഞിട്ട് അഞ്ഞി ഞൊടിച്ചുണ്ടാക്കുന്നത്. ഈ ഷൂട്ട് ഞാൻ അങ്ങനെ തന്നെ റൂമിൽ കയറും. അതൊന്നും നമുക്ക് ഇഷ്ടമല്ല. മഞ്ഞ കളർ ബിരിയാണി കളർ മതി. എന്നാ ഞാനായതുകൊണ്ട് ഒന്നും ഉണ്ടാകുന്നാട്ടാ. ചെറിച്ചടിക്ക് ഇറച്ചി പൊടിഞ്ഞു വരുത് അടിയോട് കിട്ടും. മറിച്ചൂടാ അങ്ങനെ നടക്കില്ല. പേരിനുണ്ട് ഉണ്ട് വേദനുണ്ടോ? ഇതൊന്നും വേണ്ട ആക്ര. അത് സൗണ്ട് അതിന്ന് ഇങ്ങനത്തെ ഒരു സൗണ്ട് വിചാരിച്ചു. ഇന്ന് രസമാണ്. ഇത് എവിടുന്ന ചോദിക്കും സുഖം പൊറുതി ഉണ്ടാവില്ല സ്പ്രേ എവിടുന്ന വെച്ചിട്ട് ഏത് നിങ്ങൾ പഠിച്ചിക്കണ ഈ ബിരിയാണിന്റെ ഇടയിൽ കൊഞ്ഞ മണം നിക്ക് കിട്ടില്ല. ഞാൻ ചെയ്താൽ എടുത്തൂടെ എന്നതാ അത് പെപ്സിന്റെ ഏതാ ഈ അടിച്ചുള്ള മൊത്തത്തിൽ ഏതാണ് ഇവര് പറഞ്ഞ സാധനം 120 റിയാലിന്റെ ഒഴിക്കണില്ല. ഞാൻ കുടിച്ചു സത്യം മധുരം നോക്കി നോക്കില്ല. ഞാൻ നോക്കാം. സത്യമുണ്ട് മധുരം അല്ല ഒന്നിച്ചിട്ടാ പോലെ എടുക്കടാ എനിക്ക് അവിടെ ഇരിക്കടാ കൊണ്ടുപോയി വെച്ചെ. അഫ്സലാക്കാൻ ഇനി നിയന്ത്രണമില്ല. ഇനി ഇതെങ്ങനെ വള്ളയിലാക്കാൻ കുറക്കാൻ കിട്ടൂല. അത് പറയടാ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ബിരിയാണിയുടെ പവർ കണ്ടിട്ട് നിങ്ങൾ ഞങ്ങൾ ഏതായാലും ലോക്കൽ വീഡിയോസ് ഒക്കെ ഇടുന്നത്. നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതെ ഇതിനാണ് കുമ്പ് എടുക്കുന്നത് നാട്ടില് ഇരുന്ന് സെറ്റാക്കി കഴിക്കാൻ തുടങ്ങിയ പിന്നെ കിട്ടൂല. ഇരുന്ന് സെറ്റാക്കി കുഴപ്പമില്ല കേട്ടോ. പെപ്സിക്ക് മധുരമുണ്ട്. ഇത് കണ്ടങ്ങള് ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇല്ല. ഇതാണ് പ്രവാസികളുടെ സ്ഥിതി. ഇത് കണ്ടോ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് ഇരിക്കണം. എവിടെയാ ഇരിക്കേണ്ടത് എനിക്കൊരു ഐഡിയ അല്ല. അടുത്ത വെള്ളിയാഴ്ച തന്നെ മതി. ഇതിന്റെ ഇടയിൽ ഞാനും ചിരിതാണോ? എങ്ങനെയുണ്ട് ബിരിയാണി? അടുത്ത ആഴ്ച ഇത്ര വില വരില്ലല്ലോ. ഒരു തരം സാധനങ്ങളൊക്കെ ആയില്ലേ. അരി മാത്രം മേടിച്ചതില്ലേ അരിയും കോഴിയും. ഇനി ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ്. കഴിക്ക്. മസാല കുറച്ചും കൂടി ആവാണ്ട് നന്നായിട്ടുണ്ടോ? ഓക്കെ മതി കട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ. ഓക്കെ ഇതുണ്ടോ ഇത് പൂരപ്പറമ്പ് പോയ കഴിക്കുന്നു. ആ പുല്ലൊക്കെ ചവിട്ടി കൂട്ടി ഉണങ്ങി പോയോടേക്ക് ഇങ്ങോട്ടൊക്കെ
അതിന്റെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കും കേട്ടോ. അതാ പറഞ്ഞേ. ഒരു ഗ്ലാസ് പെപ്സി കറി. നമ്മളെ black ഇട്ടാണ് പെപ്സിയിലാണ് ഞാനാണ് ഇയാള് സ്പോൺസർ ചെയ്ത പെപ്സിയാണ്. സ്പോൺസർ അല്ല ഒക്കെ വലിയ ഇതാണ് ട്ടോ നമ്മളെ പുതിയ ആള്. അടുത്ത് വന്നാണ്. ഇയാളൊരു 1-2 മാസം കൊണ്ടില്ലേ നാട്ടിൽ പോയില്ലേ? ഞാൻ വന്നിട്ട് കുറെ ആയി. പക്ഷെ ഇവിടെ വന്നിട്ട് പുതിയതാ. എത്ര വർഷം നിങ്ങൾ വന്നിട്ട്? ഞാനിപ്പോ ഒരാഴ്ചയായി. എത്ര വർഷമായി വന്നിട്ട്? കാര്യം പറയും. ഇവിടെ വന്നിട്ടോ 11 വർഷം. 11 വർഷം ഇങ്ങനെ ഒരു വീട്ടിൽ പണിയെടുത്തിട്ട് അങ്ങനെ ഉണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അത്രേ ഉള്ളൂ. അല്ല, വലിയ ഹാപ്പി ചില വീട് ചിലപ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടായില്ല. റൂമിന്റെ പ്രശ്നമാണ്, അല്ലാത്ത പ്രശ്നം. റൂം ചെറുമാരൊക്കെ അടിപൊളിയാ. 100 വീട്ടിൽ പണിയെടുത്ത ആളുകളാണ്. ഞാൻ എങ്ങനെ 100 വീട്ടിലുള്ള പണിയെടുത്ത പഴയ ആൾ. അതാണ് കുറച്ച് എക്സ്പീരിയൻസ്, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. എത്ര വർഷമായി പണിയെടുക്കുന്നത് ഇവിടെ? അതാണ് ഇതാ ഇയാളാണ് അഫ്സൽ ഖാൻ. ഇതൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ശരത്ത് എന്ന് പറയും. നമ്മളെ റൂമിന്റെ അടുത്ത് തന്നെയാണ് ഇവരെ റൂം. അവന്റെ റൂമിൽ നിന്നാണ് ഭക്ഷണം കമ്പനി നമ്മളെ റൂമിന്റെ അടുത്താണ്. അക്കൗണ്ടന്റ് ഒന്നല്ല, ഡ്രൈവറായിട്ടാണ്. പാത്രങ്ങളാക്കിട്ട് വെച്ച്. ഇന്നത്തെ ഭക്ഷണം എങ്ങനെ? ഇന്നത്തെ ഭക്ഷണം അടിപൊളിയായിരിക്കണം. സത്യേട്ടന്റെ കൈപുണ്യമായത് കൊണ്ട് പറയുകയല്ല, എടുത്ത് നിൽക്കുന്നത് കൊണ്ടും പറയുകയല്ല, കടിപൊളി ചോറ്. ഇവിടുത്തെ ഈ സൗദി കബ്സ തിന്ന് ഉപ്പും പുളിയില്ലാത്ത ഭക്ഷണമാണ്. അപ്പൊ അത് തിന്ന് എരും പുളിയുള്ളത് തിന്നുമ്പോ അതിൻ്റെതായ ഒരു ഫീലിംഗ് നമ്മളെ ശരീരത്തിന് മൊത്തത്തിൽ ഫീൽ ചെയ്യും. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഞങ്ങളിവിടെ ഉണക്കാൻ വെച്ചതാണ്. ബിരിയാണി മൊത്തം സെറ്റ് ആക്കിയിട്ട് ഉണക്കാൻ വെച്ചതാണ്. കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കൊള്ളി തന്നെ. ഇത് നമ്മളെ ശരത്താണ്. ഇവന് ഈ സമയത്ത് ഒരു മന്ത്രം ജപിക്കുകയാണ് നാട്ടിലുള്ള ആർക്കോ വിളിച്ചിട്ട്. നാരായണ ഇടയ്ക്ക് മറ്റേ പല്ലി കൊക്കണാണ്. നമ്മളെ കുറിച്ചാണ് പറയണത്. യൂട്യൂബിലൊക്കെ വരും. എഡിറ്റിലൊന്നും പോവില്ല, ഇതൊന്നും എഡിറ്റിൽ പോവില്ല. ഇതാണ് നമ്മളെ സത്യേട്ടൻ വാവാട്, വായക്ക ബ്ലോഗിന്റെ മാനേജർ ആൻഡ് അസിസ്റ്റന്റ് CEO. ഓ ആയിക്കോട്ടെ. CEO ഞാൻ, അസിസ്റ്റന്റ് CEO.